പാഠം 953 ഒരു വിനോദയാത്ര. ഹലോ, വിദ്യ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു. ഒരു ഭയങ്കരമായ സന്തോഷ വാർത്തയുണ്ട്. ഞാൻ പറഞ്ഞ നീ വിശ്വസിക്കൊന്നുമില്ല. സത്യം പറഞ്ഞ കേട്ടപ്പോ ഞാൻ പോലും ആദ്യം വിശ്വസിച്ചില്ല. എന്താന്ന് പറയട്ടെ? അടുത്ത വെള്ളിയാഴ്ച ഞാനും മോഹനേട്ടനും കൂടി ടൂർ പോകുന്നു. ഞെട്ടില്ലേ? നീ ഞെട്ടില്ലേ? എന്നെ അറിയാവുന്ന ആരും ഞെട്ടിപ്പോ എന്റെ മോളെ. കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ ഇക്കാര്യം പറഞ്ഞ എത്ര തവണ ഞാൻ മോഹനേട്ടന്റെ കാല് പിടിച്ചിരിക്കുന്നു. സമ്മതിക്കണ്ടേ? ഇപ്പതാ മോഹനേട്ടൻ ഇങ്ങോട്ട് പറഞ്ഞാണ് ടൂർ പോവാന്ന്. പോകുന്നത് വയനാടിന് പോവാന്ന മോഹനേട്ടൻ പറയണേ. അവിടെ നല്ല പ്രകൃതി ഭംഗിയാണ്, 2 ദിവസം ശരിക്കും ആഘോഷിക്കാന്ന്. പക്ഷെ എനിക്കിഷ്ടം കൊടൈക്കനാൽ പോകുന്നതാ. ഞാനത് എങ്ങനെയെങ്കിലും മോഹനേട്ടനെ കൊണ്ട് സമ്മതിപ്പിക്കും. ഞാൻ കണക്കൂട്ടി നോക്കി വിദ്യ, ഈ കൊടൈക്കനാലിൽ പോകുന്ന വയനാട് പോകുന്നതും തമ്മില് ചെലവില് വലിയ വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പൊ പിന്നെ കൊടൈക്കനാലിൽ പോകുന്നല്ലേ നല്ലത്. വിശേഷങ്ങളൊക്കെ ഓഫീസ് വരും പറയാം. എന്തായാലും എന്റെ സമയം ഒന്ന് നന്നായി വരുന്ന ലക്ഷണം കാണുന്നുണ്ട്. ശരി. എന്തോ? നമ്മൾ വയനാട്ടിലേക്കാണ് പോകുന്നത് എന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ? കൊടൈക്കനാൽ പറഞ്ഞു നടക്കുന്നത്. മോനട്ട, എന്തായാലും നമ്മൾ പോവാണ്. അപ്പൊ പിന്നെ കൊല്ലം ഒന്നൊരു സ്ഥലത്ത് പോയിക്കൂടെ? എന്തായാലും വയനാട്ടിനെക്കാണ് നല്ലത് കൊടൈക്കനാൽ തന്നെയാ. അത് മാറ്റി. യാത്ര പോകാം എന്ന് പറഞ്ഞത് നീയല്ലല്ലോ, ഞാനല്ലേ? അതുകൊണ്ടെന്താ? അപ്പൊ പിന്നെ എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടതും ഞാനാ. മോഹനേട്ടൻ ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്, നമ്മൾ രണ്ടുപേരും കൂടി ഒരു യാത്ര പോവല്ലേ? അപ്പൊ പിന്നെ രണ്ടുപേരുടെ അഭിപ്രായം നോക്കണ്ടേ? യാത്ര പോകാൻ തീരുമാനിച്ചത് ഞാനാ, അതുകൊണ്ട് സ്ഥലവും ഞാൻ തന്നെ തീരുമാനിക്കും. അങ്ങനെയാണെങ്കിൽ വേറൊരു ടൂർ പോകാൻ ഞാൻ തീരുമാനിച്ചാൽ മോഹനേട്ടന്റെ കൂടെ ഞാൻ പറയുന്ന സ്ഥലത്ത് വരുവോ? അങ്ങനെ ശരിയാവും. ഇപ്പൊ ഞാനാണല്ലോ യാത്രയുടെ കാര്യം പറഞ്ഞത്. എനിക്ക് വയനാട്ടിൽ പോയാൽ മതി. അങ്ങനെ ടൂർ പോകാൻ മാത്രം പറ്റിയൊരു സ്ഥലമല്ല നീ വയനാട്. അവിടെ എന്തിരിക്കുന്നത് കാണാനായിട്ട്? അതേസമയം കൊടൈക്കനാൽ എന്ന് പറഞ്ഞാലോ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമല്ലേ അത്? വയനാട്ടിൽ ഇഷ്ടം പോലെ ആളുകൾ വരുന്നുണ്ട്. നിനക്കറിയാമോ, വയനാട്ടിലേക്ക് ചെന്നാൽ എവിടെയും പച്ച പുതച്ച വനവും അരുവികളും പ്രകൃതി രമണീയമായ കാഴ്ചകളുമാണ്. എവിടെ നോക്കിയാലും മരങ്ങൾ, അതും പച്ചയിൽ പൊതിഞ്ഞ മരങ്ങൾ. കൊടൈക്കനാലിലെ മരത്തിലൊക്കെ ചുമന്നല്ലാണ് ഉണ്ടാവുന്നേ. എന്തായാലും നമ്മൾ പോവാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ കുറച്ചുകൂടി ഭംഗിയുള്ള സ്ഥലത്ത് പോകുന്നല്ലേ നല്ലത്. കാശ് ഞാൻ കൂട്ടി നോക്കി, ഒരു വ്യത്യാസം വരുന്നില്ല. പിന്നെന്താ കുഴപ്പം? പിന്നെന്താന്ന് ചോദിച്ചാ എനിക്ക് വയനാട്ടിൽ പോയാൽ മതി. നിന്നെ കൊണ്ടൊരു യാത്ര പോകാൻ സംബന്ധിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. ഭർത്താവിന്റെ വാക്ക് അംഗീകരിക്കാതെ നിന്നെ ഒരിടത്തും കൊണ്ടുപോകാൻ പാടില്ല. അങ്ങനെയല്ല മോനെ. പോകുന്നെങ്കിൽ വയനാട്, ഇല്ലെങ്കിൽ യാത്ര പോകുന്നേ ഇല്ല എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. സാറേ, മോനട്ട് ഉത്തമ വിളിക്കുന്നുണ്ട്. നമുക്ക് ഉത്തമന്റെ അഭിപ്രായം ചോദിക്കാം. ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഉത്തമനല്ല. യാത്ര പോകുന്ന കാര്യം ഉത്തമനോട് പറഞ്ഞു പോരുത്. പറഞ്ഞാൽ സ്വഭാവം മാറും. നമസ്കാരം സാർ. നമസ്കാരം സാറേ, രാവിലെ പുത്തമ്പരക്കൽ ഏലിയാസ് വിളിച്ചിരുന്നേ. ആ സ്ഥലം ഒന്ന് അളന്ന് തിരിച്ചു കൊടുക്കാൻ സാറ് ചെല്ലാമെന്ന് നേരത്തെ പറഞ്ഞിരുന്നതാണല്ലോ. സാറിന് എന്താണ് സമയമുള്ളതെന്ന് ഏലിയാസ് ചോദിച്ചു. സാറിന്റെ സമയമാണ്. ഈ ആഴ്ച ഞാൻ കുറച്ച് തിരക്കില്ല. അയ്യോ, എന്നാലും നോക്കട്ടെ. ഏലിയാസിനോട് വൈകിട്ട് ഒന്ന് വിളിക്കാൻ പറയൂ. ഓ ശരി ശരി ശരി. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിൽ ഇത്രയും ഉത്തരവാദിത്ത ബോധമുള്ള വേറൊരു സർക്കാർ ഉദ്യോഗസ്ഥൻ ഉണ്ടാവോ? മോഹനന്റെ ഒരു സംഭവം തന്നെയാ. അതിനെന്താണ് വക്കീല സംശയം? മോഹനേട് സാർ അങ്ങനെയുള്ള ഒരാളായത് കൊണ്ടാണല്ലോ ഞാൻ രാവിലെ സാറിനെ കാണാൻ വേണ്ടി വരുന്നത്. ആഫീസ് കാര്യങ്ങളിൽ മോഹനേട്ടന് ഒരു വിട്ടുവീഴ്ച ചെയ്യില്ല.
എല്ലാ കാര്യങ്ങളിലും കൃത്യമായിട്ട് ചെയ്യും. അക്കൂട്ടത്തിൽ നാട്ടുകാർക്ക് വേണ്ടി ബാക്കി ഉപകാരങ്ങളും. പിന്നല്ലാതെ ഇപ്പൊ ഈ ഏലിയസിന്റെ കാര്യം തന്നെ എടുക്കാം. അയാളുടെ സ്ഥലം അളന്നു കൊടുക്കേണ്ട വല്ല കാര്യമുള്ളതാണോ മോഹനേട്ടന്? ഉണ്ടോ? എന്നാലും മോഹനേട്ടൻ അത് ചെയ്യും. മോഹനേട്ടന്റെ സ്ഥാനത്ത് വേറൊരാളായിരുന്നെങ്കിൽ ആ ചെയ്ത ജോലിക്ക് കാശ് വാങ്ങൂലേ? പിന്നല്ലാതെ മോഹനേട്ടൻ അത് ചെയ്യൂല. സത്യം പറഞ്ഞ എന്റെ മോഹനേട്ടൻ ഒരു വലിയ മനുഷ്യനാ. ഇതൊക്കെ അറിഞ്ഞിട്ടാണ് വക്കീൽ എപ്പോഴും സാറിന്റെ അടുത്ത് വഴക്കുണ്ടാക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു വഴക്കെങ്കിലും ഉണ്ടാകാത്ത ഒരൊറ്റ ദിവസമെങ്കിലും ഉണ്ടോ? വീട്ടിലെ കാര്യങ്ങളില് മോഹനോട് ചില വാശികൾ കാണിക്കുന്നുണ്ടല്ലേ ഞാനിങ്ങനെ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇനി അതും ഉണ്ടാവില്ല. ഞാൻ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമല്ലേ മോഹനേട്ടൻ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്. അതെന്താണ് സംഭവം? എന്തോ കാര്യമുണ്ട്. എന്റെ അടുത്ത് പറയാലോ വക്കീലേ. അതെ, ഉത്തമനോട് പറയണ്ടെന്നാ മോഹനേട്ടൻ പറഞ്ഞിരിക്കുന്നത്. ഞാനായിട്ട് പറയൂല. അതെന്താണ് സാറേ അത്രയും വലിയ രഹസ്യം? ഞാനും കൂടെ അറിയട്ടെ സാറേ. ഞാനും ഭാമയും കൂടി വെള്ളിയാഴ്ച ഒരു യാത്ര പോവുകയാണ്. ഞായറാഴ്ചയെ തിരിച്ചു വരൂ. എന്റെ അമ്പോ, അത് ഭയങ്കര സംഭവം തന്നെ. എങ്ങോട്ടാണ് സാർ പോകുന്നേ? എങ്ങോട്ട്? ഞങ്ങളുടെ മുന്നില് രണ്ടൈഡിയ ഉണ്ട്. ഒന്ന് കൊടൈക്കനാലിലേക്ക് പോവാ, രണ്ട് വയനാട്ടിലേക്ക് പോവാ. ഏതാ ഉത്തമ നല്ലത്? ഉത്തമ പറ. അതിനിപ്പോ ചോദിക്കാൻ വല്ലോണ്ടാ? കൊടൈക്കനാലല്ലേ? നല്ല അടിപൊളി സ്ഥലമല്ലേ? വയനാടിന്റെ അത്രയും ഭംഗി എന്തായാലും കൊടൈക്കനാലില്ല. നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ്. ഈ വാശിയെ കൊള്ളില്ലാത്തത്. എന്തായാലും നമ്മൾ ടൂർ പോകാൻ തീരുമാനിച്ചു. അപ്പൊ പിന്നെ നല്ല സ്ഥലത്ത് പോകുന്നല്ലേ ഉത്തമ നല്ലത്? ഉത്തമനാണെ കൊടൈക്കനാലിലേക്കല്ലേ പോളൂ. അല്ല സാറേ, ഇപ്പൊ സാറേ ഈ കാര്യത്തില് വക്കീല് പറയുന്നതാണ് ന്യായം. കൊടൈക്കനാലിലേക്ക് പോ സാറേ. ഇപ്പൊ മനസ്സിലായല്ലോ മോഹനേട്ടന് എല്ലാവർക്കും വയനാടിനെക്കാട്ടിൽ ഇഷ്ടം കൊടൈക്കനാലാണെന്ന്. നമ്മള് കൊടൈക്കനാലിൽ പോണു. കൊടൈക്കനാൽ അടിപൊളി അടിപൊളി കൊടൈക്കനാൽ. സാറേ ഈ കാര്യത്തിൽ വാശി വേണ്ട. അതെ, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ഉയരമുള്ള എങ്ങോട്ട്? എന്ത് സാറേ? എന്ത് കേറിപ്പോൻ പറയാനാണെങ്കിൽ പിന്നെ എന്നെ വിളിച്ചെന്തിനെ? എന്ത് സാർ? ഇവിടെ നിന്നോളാം. ഈ വീട്ടിലെ ഗൃഹനാഥൻ വയനാട്ടിൽ പോകാൻ ഞാൻ തീരുമാനിച്ചാൽ വയനാട്ടിൽ പോയാൽ മതി. ഉത്തമൻ എന്തിനാണ് ഭാമയോട് കൊടൈക്കനാലിൽ പോകാൻ? സാറെ പറയുമ്പോ എല്ലാം പറയണല്ലോ. ഈ ടൂർ എന്ന് പറയുന്നതുകൊണ്ട് എന്താണ് ശരിക്കും ഉദ്ദേശിക്കുന്നത്? വീട്ടിൽ നിന്ന് കുറേ ദൂരത്ത് പോണം, പുതിയ സ്ഥലങ്ങൾ കാണണം, എന്നിട്ട് തിരിച്ചു വന്ന് നാട്ടുകാരോട് വിശേഷങ്ങൾ പറയണം. സത്യം പറഞ്ഞ ഈ ടൂറിന്റെ രസകരമായ ഭാഗം എന്ന് പറഞ്ഞത് അവസാനം പറഞ്ഞതാണ്. പോയ സ്ഥലത്തിന്റെ ഭംഗിയും ആ യാത്രയുടെ രീതിയും ഒക്കെ പരിചയക്കാരുടെ മുമ്പിൽ വർണ്ണിച്ച ആളാവുക. വക്കീലിന്റെ ആഗ്രഹം അതായിരിക്കും. അതിന് കൊടൈക്കനാലാണ് ബെസ്റ്റ്. വയനാട് എന്താ കുഴപ്പം? പ്രകൃതി ഭംഗിയിൽ കൊടൈക്കനാലിനേക്കാൾ നല്ലത് വയനാടാണ്. പക്ഷെ വയനാട് എന്ന് പറയുന്നത് കേരളത്തിലാണല്ലോ. അതുകൊണ്ട് കേൾക്കുന്നവർക്ക് ഒരു ഗുമ്മ് കിട്ടൂല. കൊടൈക്കനാലിലെ ഗുമ്മിന് നല്ലത്. ഇനിയും ഭാമയുടെ കൂടെ കൂടി എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയാൽ ഉത്തമൻ വിവരം അറിയും. എന്റെ സാറേ, ഇതിലെന്താണ് ഗൂഢാലോചന? അതുപോലെ ഞാൻ സാറിന്റെ സൗകര്യത്തെ കരുതിയാണ് ഇതൊക്കെ പറഞ്ഞത്. വയനാട്ടിൽ ടൂർ പോയിട്ട് വന്നാൽ 2 ദിവസം കൊണ്ട് വക്കീൽ അതങ്ങ് മറക്കും. കൊടൈക്കനാലാണെങ്കിലോ ഭാവിയിൽ ടൂറിന്റെ കാര്യം വക്കീല് പറഞ്ഞ അപ്പ തന്നെ സാറിന് പറയാം, നമ്മൾ കൊടൈക്കനാലിൽ പോയിട്ട് കുറച്ചു നാളല്ലേ ആയുള്ളൂ എന്ന്. സാറേ എന്തായാലും കാശ് മുടക്കുന്നു. അപ്പൊ പിന്നെ മുടക്കുന്ന കാശിന് ഒരു ഗുണം ഉണ്ടായിക്കോട്ടെ. ആര് കാശ് മുടക്കുന്നു? സാറ്. ഉത്തമനോട് സത്യം പറയാം. കേരളത്തിലെ തിരഞ്ഞെടുക്കപ്പെട്ട വില്ലേജ് ഓഫീസുകളിലെ വില്ലേജ് ഓഫീസർമാരുടെ ഒരു യോഗം ശനിയാഴ്ച വയനാട്ടിൽ നടക്കുന്നു. സർക്കാർ പരിപാടിയാണ്. 2 ദിവസത്തെ കാര്യമായതുകൊണ്ട് ഒറ്റയ്ക്ക് പോകാൻ എനിക്കൊരു മടി. അപ്പോ ഞാൻ കരുതി ഭാമയെ കൂടി കൊണ്ടുപോകാമെന്ന്. എന്റെ യാത്രാ ചെലവും താമസ ചെലവും ഭക്ഷണ ചെലവും ഒക്കെ സർക്കാർ വകയാണ്. ഭാമ വരികയാണെങ്കിൽ അവളുടെ കാശ് എത്രയാവൂ?
എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ വേണ്ട, ഭാമയ്ക്ക് ഒരു ടൂർ പോകാൻ. അപ്പൊ ഈ മീറ്റിംഗിന്റെ കാര്യം വക്കീലിന്റെ അടുത്ത് പറഞ്ഞില്ലേ? അതൊക്കെ അവിടെ ചെന്നിട്ട് പറഞ്ഞാൽ മതിയല്ലോ. അതുവരെ അവക്ക് എന്നോട് ഭയങ്കര ബഹുമാനമായിരിക്കുകയും ചെയ്യും. സാർ ആള് കൊള്ളാലോ. സർക്കാർ ചെലവിൽ സർക്കാർ പരിപാടിക്ക് പോകുന്നതാണ് സാറ് ഫാമിലി ടൂറാക്കി മാറ്റിയത്. സമ്മതിക്കണം എന്റെ അമ്പോ. വയനാട്ടിൽ നടക്കുന്ന മീറ്റിംഗിൽ പങ്കെടുക്കാൻ പോകുന്ന എന്നോട് കൊടൈക്കനാലിൽ പോകാൻ പറഞ്ഞ ഞാൻ എന്ത് ചെയ്യും? അതിനിടയ്ക്ക് ഭാമയുടെ കൂടെ ഉത്തമൻ. സാറേ അപ്പൊ എനിക്ക് കാര്യമൊന്നും അറിഞ്ഞുകൂടായിരുന്നല്ലോ. നേരത്തെ സാർ ഈ കാര്യം പറഞ്ഞിരുന്നുണ്ടെങ്കിൽ വയനാടാണ് ലോകത്തിലെ ഏറ്റവും മനോഹരമായ സ്ഥലമെന്ന് ഞാൻ പറയുമായിരുന്നല്ലോ. അതിനായാലും പറയാം. എങ്ങനെ? ഉത്തമൻ പോയിട്ട് തിരികെ വന്നതാണെന്ന് പറഞ്ഞാൽ മതി. വയനാട്ടിൽ പോകുന്നതാണ് നല്ലത് എന്ന് ഭാമയെ പറഞ്ഞ് സമ്മതിപ്പിച്ചോളണം. അല്ലാതെ ഇപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞാലേ സാറേ ഈ വക്കീല് ഏലിയാസിന്റെ സ്ഥലം അളക്കാൻ ഞാൻ വരണോ വേണ്ടയോ? വേണം 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 വേണം. അപ്പോ ഒരു നല്ല ബുദ്ധി ആലോചിച്ച് എന്താ വേണ്ടതെന്നും ആലോചിച്ച് ചെയ്യുക. നമ്മൾ തമ്മിൽ സംസാരിച്ച കാര്യം ഭാമയ്ക്ക് തോന്നാൻ പോലും പാടില്ല. ഇത് ഓക്കെ പറഞ്ഞതൊക്കെ മാറ്റി പറയാം. ഞാൻ ആര് രാഷ്ട്രീയക്കാരനാ? ഇതിപ്പോ പുലിവാലായല്ലോ. വെള്ളിയാഴ്ച ഉച്ചയാകുമ്പോ അമ്മയോടൊന്ന് പോവും. രാത്രി വയനാട്ടിലെത്തും. ശനിയാഴ്ച അവിടെ. ഞായറാഴ്ച ഉച്ചയ്ക്ക് തിരിച്ചു പോന്നാൽ രാത്രി അമ്മ ഇവിടെ എത്തും. ഇതാണ് നമ്മുടെ പരിപാടി. ഈ പരിപാടി തന്നെ മതി കൊടൈക്കനാൽ പോകാനും. വെള്ളിയാഴ്ച ഉച്ചയാകുമ്പോ പോയിട്ടുണ്ടെങ്കിൽ രാത്രി നമ്മളവിടെ എത്തും. ശനിയാഴ്ച അവിടെ. ഞായറാഴ്ച ഉച്ചയ്ക്ക് അവിടെ തിരിച്ചു പോന്നിട്ടുണ്ടെങ്കിൽ രാത്രി ഇവിടെ എത്തും. നിന്നേക്കാൾ ലോക വിവരവും അനുഭവ പരിചയവുമുള്ള ഞാൻ ഒരു കാര്യം പറയുമ്പോ നീ എന്തിനാണ് അതിനെ എതിർക്കുന്നതെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. മോഹനേട്ടന് ഒരുപാട് ലോകവിവരം ഉണ്ടെന്നുള്ള കാര്യം ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഈ ടൂർ പോകുന്ന കാര്യത്തിനെ കുറിച്ച് മോഹനോട്ട് ഒരു വിവരമില്ല എന്റെ മോനട്ടാ. അതുകൊണ്ട് ഈ കാര്യത്തെ ചുമ്മാ തർക്കിക്കാൻ നിൽക്കണ്ട. ഇത് പോയില്ലായിരുന്നു അന്നേരം വീണ്ടും നിന്നോട് എന്തെങ്കിലും പറയാനുള്ള മറന്നിട്ടുണ്ടാവും. ഇവിടുന്ന് പോയി കുറെ നേരം കഴിഞ്ഞ് അത് ഓർത്തെടുത്ത് തിരിച്ചു വന്നയാവും. ചെല്ല് ചെല്ല്. ഒരാൾ വീട്ടിൽ വരുമ്പോ ഇങ്ങനെയാണ് പെരുമാറുന്നത്. എന്തെങ്കിലും നല്ല കാര്യം പറയാനായിരിക്കും. ചെല്ല്. ഒരു കാര്യം ചെയ്യാൻ അതെ വേണ്ട. നമസ്കാരം. ഉത്തം പോയില്ലായിരുന്നു. പോയി 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 ഗേറ്റ് കടന്നപ്പോഴാണ് ഞാൻ ഒരു കാര്യം ആലോചിച്ചത്. കേട്ടാ? അപ്പൊ പിന്നെ പെട്ടെന്ന് നീ തിരിച്ചു വന്നു. എന്ത് കാര്യം? ഈ നിങ്ങള് ടൂറ് പോണ കാര്യം പറഞ്ഞില്ലേ? അതിനെപ്പറ്റി ഞാൻ ശരിക്കും ആലോചിച്ചപ്പോ എനിക്ക് മനസ്സിലായതേ കൊടൈക്കനാലിനേക്കാൾ നല്ലത് വയനാടാണെന്ന്. നമസ്കാരം സാർ. നമസ്കാരം. അല്ല ഈ കൊടൈക്കനാല് പണ്ട് ഭയങ്കര ഭംഗിയായിരുന്നു. ഇപ്പൊ അതെല്ലാം പോയി. എങ്ങനെ പോവാതിരിക്കും? ഈ കൊടൈക്കനാലില് ഭയങ്കര തിരക്കല്ലേ? ആളുകൾ ഇങ്ങനെ വന്ന് 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 ഒരു രസവും ഇല്ല. ഉത്തമൻ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് കൊടൈക്കനാലിൽ? എന്താ ഉത്തമൻ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട് കൊടൈക്കനാലിലെന്ന്? ഞാൻ പിന്നെ ഞാൻ പോയിട്ടില്ല, ഒരു പ്രാവശ്യം പോയിട്ടില്ല. പിന്നെ എങ്ങനെയാണ് കൊടൈക്കനാല് പണ്ട് ഭയങ്കര ഭംഗിയുള്ള സ്ഥലമായിരുന്നുവെന്നും ഇപ്പൊ കൊള്ളില്ല എന്നും പറയുന്നത്? അതെ, എല്ലാ കാര്യങ്ങളും നമ്മൾ നേരിട്ടറിയുകയല്ലോ. അല്ല 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 അല്ല. ഉത്തമൻ ഓരോ ദിവസവും എന്തുമാത്രം ആളുകളെ കാണുന്നു, സംസാരിക്കുന്നു. അവരുടെയൊക്കെ അഭിപ്രായം ഉത്തമൻ കേൾക്കുന്നതുമാണ്. അങ്ങനെയാണല്ലോ നമ്മളൊക്കെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലേ ഉത്തമ? പിന്നല്ലാതെ. ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണ് എന്ന് നിനക്കറിയാമല്ലോ. നീ ഡൽഹി പോയിട്ടുണ്ടോ? ഡൽഹിയിൽ ഒരിക്കൽ പോലും പോകാത്ത നീ പറയുന്നു ഇന്ത്യയുടെ തലസ്ഥാനം ഡൽഹിയാണെന്ന്. എങ്ങനെയാ നീ അതറിഞ്ഞത്? സ്കൂളിൽ പഠിച്ചതും വായിച്ചതും മറ്റുള്ളവർ പറഞ്ഞതും ഒക്കെ വെച്ച്. അതുപോലെ തന്നെയാണ് കൊടൈക്കനാലിന്റെ കാര്യം. കൊടൈക്കനാലിന്റെ ഭംഗിക്ക് ഒരു കുറവും പറ്റിയിട്ടില്ല എന്ന് എന്നോട് എത്രയോ പേര് പറഞ്ഞിട്ടുണ്ട് മോനട്ടാ. അവരൊക്കെ അത് അവിടെ പോയി കണ്ടിട്ടുള്ളവരാണ്. അവിടെ പോയി കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയോ പറയുന്നത് വിശ്വസിക്കണോ, അതോ കൊടൈക്കനാലിൽ ഒരു പ്രാവശ്യം പോലും ബോട്ടിലാത്ത ഉത്തമം പറയുന്നത് വിശ്വസിക്കണോ? നമ്മൾ എന്തായാലും വയനാട്ടിലേക്കാണ് പോകുന്നത്. ഞാൻ വരുന്നില്ല. എനിക്ക് കൊടൈക്കനാലിൽ പോയാൽ മതി. ഞാൻ പറയുന്നതേ നടക്കൂ. അതങ്ങേ പള്ളി പോയി പറഞ്ഞാൽ മതി. ഒരു മിനിറ്റ്. നിങ്ങൾ തമ്മിൽ ഒരു വഴക്കും ഉണ്ടാക്കൂലെന്ന് വക്കീൽ എന്റെ അടുത്ത് പറഞ്ഞിട്ടേ 10 മിനിറ്റേ ആയുള്ളൂ. ഇപ്പതാ സംഗതി വീണ്ടും വഴക്കായി. ഇനി ഇക്കാര്യത്തിൽ ഞാൻ ഇടപെട്ടാൽ എനിക്കത് ദോഷം ചെയ്യുമെന്നേ
മുൻകാല അനുഭവങ്ങളിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ഏലിയാസിന്റെ ഭൂമി അളന്നില്ലെങ്കിൽ എനിക്കെന്തോന്ന് പ്രശ്നം? സാറ് ചെന്നില്ലെങ്കിൽ അവൻ വേറെ ആരെങ്കിലും വിളിച്ച് അളക്കും. എന്തായാലും ഏലിയാസിന്റെ ഭൂമി അളക്കുന്നതിന്റെ പേരിൽ എന്റെ തടി കടക്കാൻ ഞാനില്ല. ഞാൻ ഇപ്പൊ സംസാരിച്ച് സാറിന് മനസ്സിലായല്ലോ. നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഏലിയാസിന് ഭൂമി ആക്കുന്ന കാര്യമല്ല, ടൂർ പോകുന്ന കാര്യമാണ്. പറഞ്ഞു വരുമ്പോ എല്ലാം കൂടെ എല്ലാം ഒന്ന് തന്നെയാണ് വക്കീലെ, ഒന്ന് തന്നെയാണ്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള തർക്കം നടക്കട്ടെ, ഞാൻ ഇറങ്ങുകയാണ് സാറേ. സാറിന് എന്നെ നിർബന്ധിക്കരുത്, ഞാൻ പോകുന്നു. തീരുമാനം വേണ്ടേ സാറേ? ഈ പ്രശ്നം ഞാൻ ഉണ്ടാക്കിയതല്ലല്ലോ. പ്രശ്നം ഉണ്ടാക്കിയവര് തന്നെ പ്രശ്നം പരിഹരിക്കുന്നതാണ് അതിന്റെ ഒരു മര്യാദ, അതിന്റെ ഒരു രീതി. ഞാൻ പോകുന്ന എന്നെ വിളിക്കരുത്. പോകുന്നുവെങ്കിൽ കൊടൈക്കനാലിലേക്ക്, വയനാട്ടിലേക്ക് ഞാൻ വരൂല. ഇത്തരം കാര്യങ്ങളിലൊക്കെ ആ ഉത്തമന്റെ അഭിപ്രായം കേൾക്കേണ്ട വല്ല കാര്യമുള്ളതാണോ മോനേട്ടാ? ഒന്നുമില്ലെങ്കിലും ഓർഡർ വില്ലേ ഓഫീസറല്ലേ, ഞാൻ ഒരു വക്കീലും. നമ്മളൊരു യാത്ര പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ തമ്മിൽ തീരുമാനിച്ച പോരെ. ഞാനായിട്ടൊരു അഭിപ്രായം പറഞ്ഞിട്ട് നീ അത് കേട്ടില്ലല്ലോ, അതുകൊണ്ടല്ലേ ഒതുവിന്റെ അഭിപ്രായം കേൾക്കണത്. എന്റെ മോഹനേട്ടൻ ഇങ്ങനെ ആയിപ്പോല്ലോ. മോഹനേട്ടൻ എന്ത് പറഞ്ഞാൽ അത് എതിർക്കുന്ന ആളായിട്ടാണോ എന്നെ കുറിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്? നീ എതിർത്തല്ലോ. ഞാൻ ചുമ്മാ പറഞ്ഞതല്ലേ. സത്യം പറയാലോ, വെള്ളിയാഴ്ച വയനാട്ടിൽ പോവാന്ന് ഇന്നലെ പറഞ്ഞപ്പോ തന്നെ ഞാൻ ആകെ അന്തം വിട്ടുപോയി. പിന്നെ മോഹനേട്ടന്റെ നിശ്ചിതനെതിരായിട്ട് ഞാനൊരു അഭിപ്രായം പറയൂ? നീ പറഞ്ഞല്ലോ. അതൊക്കെ എന്റെ ഒരു നമ്പർ അല്ലേ. എത്രയോ വർഷമായിട്ട് തൊട്ടതിനും പിടിച്ചതിനൊക്കെ നമ്മളിങ്ങനെ വഴക്കുണ്ടാക്കൊണ്ടിരിക്കുന്നത്. വഴക്കുണ്ടാക്കിയിട്ട് കൂട്ടുകൂടുന്നതില് ഒരു പ്രത്യേക രസമില്ലേ? അതിനുവേണ്ടി ഞാൻ വെറുതെ കൊടൈക്കനാലിന്റെ കാര്യം എടുത്തിട്ടതല്ലേ. മോഹനേട്ടന് ഇഷ്ടം വയനാട്ടിൽ പോകാനാണെങ്കിൽ അങ്ങനെ. എനിക്ക് പോകുന്ന സ്ഥലമല്ലല്ലോ പ്രശ്നം. മോഹനേട്ടനോട് എവിടെ പോയാലും എനിക്കത് സന്തോഷമല്ലേ. നമുക്ക് വയനാട്ടിൽ തന്നെ പോയാൽ മതി, തീർന്നല്ലോ പ്രശ്നം. നീ എന്നെ ചെറുതായിട്ട് പേടിപ്പിച്ചു. ഇതൊക്കെയല്ലേ ഒരു തമാശ, ഇട്ടുകളാ. അപ്പോ വെള്ളിയാഴ്ച വൈകിട്ട് നമ്മൾ വയനാട്ടിലേക്ക് പോകുന്നു. ഹലോ, മോഹനകൃഷ്ണനല്ലേ? അതെ, ഞാൻ സഹദേവനാ. ആ എന്താ സാറേ രാവിലെ തഹസിൽദാർ വിളിച്ചില്ലേ? ഇന്നോ? ഇല്ല. അപ്പൊ മോഹനകൃഷ്ണനെ നേരിട്ട് വിളിച്ചോളാന്നാണല്ലോ തഹസിൽദാർ എന്നോട് പറഞ്ഞത്. വിളിച്ചില്ല. എന്താ സാധവ? ശനിയാഴ്ചത്തെ വയനാട്ടിലെ മീറ്റിംഗ് മാറ്റിവെച്ചു. മന്ത്രിക്ക് വേറെന്തോ തിരക്കുണ്ട്. ഇനിയിപ്പോ ആ പരിപാടി നടക്കാനേ സാധ്യതയില്ല. ഹലോ ഹലോ, എന്തായാലും ഒരു യാത്ര ഒഴിവായി കിട്ടി, ഭാഗ്യം. തഹസിൽദാർ വിളിക്കും, അപ്പൊ വിശദമായിട്ട് പറയുമായിരിക്കും. ആ ശരിയെന്നാ. ഇനിയിപ്പോ ഭാമയോട് എന്ത് പറയാം? ഭഗവാനെ, കുടുങ്ങിയല്ല. ആ മോഹനേട്ടൻ ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. വയനാട്ടിൽ പോകുമ്പോ ഏതൊക്കെ ഷർട്ടുമുണ്ടോ മോനേട്ട കൊണ്ടുവന്നേ? നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനതൊക്കെ ഇറക്കി തേച്ച് വെക്കായിരുന്നു. ഒരു പ്രശ്നമുണ്ട്. എന്ത്? ഈ വെള്ളിയാഴ്ച വേറൊരു അത്യാവശ്യമുണ്ട്. നമുക്ക് വയനാട്ടിൽ പോകാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. വേറെന്ത് അത്യാവശ്യം? തഹസിൽദാർ ഇപ്പൊ വിളിച്ചിരുന്നു. ശനിയാഴ്ച ഒരു അടിയന്തര യോഗമുണ്ട്, മോഹനേഷ ഇവിടെ തന്നെ കാണണം. അല്ല, അതെന്തിനാ മോനേട്ടാ? നമ്മള് വയനാട്ടിൽ പോവാണെന്ന് മോനേട്ട തഹസിൽദാരുടെ അടുത്ത് പറയാതിരുന്ന എന്താ? അങ്ങനെ അങ്ങ് പറയാൻ പറ്റില്ലല്ലോ. എന്താ? ഒരു ആഫീസുകാരും വരുമ്പോ അത് മാറ്റി വെച്ചിട്ട് യാത്ര പോവാന്നൊക്കെ പറയുന്നത് മര്യാദയാണോ? തഹസിൽദാരും കളക്ടറൊക്കെ എന്നെ പറ്റി എന്ത് കരുതും? എന്ത് കരുതാൻ? സർക്കാർ ഉദ്യോഗസ്ഥനെന്ന് കരുതി മോഹനൊരു മനുഷ്യല്ലാതാവുന്നുണ്ടോ? ശനിയാഴ്ച മോഹനോട് ഒരു പനി വന്നു കരുതുക, അപ്പൊ എങ്ങനെ യോഗത്തിന് പോവാ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കളക്ടറൊക്കെ പങ്കെടുക്കുന്ന യോഗത്തില് നിർബന്ധമായിട്ട് എനിക്ക് പോയാൽ പറ്റും. ഇത്
ശരിയാവൂല മോനട്ടാ. ടൂർ പോകണമെന്ന് ഞാൻ മോഹനേട്ടർ വന്ന് പറഞ്ഞതല്ലോ. മോഹനേട്ടർ ഇങ്ങോട്ട് വന്ന് എന്നെ പറഞ്ഞു കൊതിപ്പിച്ചതാ. ഇനി ടൂർ പോകുന്നില്ലെന്ന് വെക്കുന്നത് എന്ത് വൃത്തികേടാ. ആരൊക്കെ എന്തെല്ലാം പറഞ്ഞാലും നമ്മൾ വെള്ളിയാഴ്ച ടൂറിന് പോകും. നടക്കില്ല. ഞാൻ സമാധാനം പറയും. മോഹൻ പറയണ്ട, ഞാൻ പറയാം. ഞാൻ തവസാരെ ഇപ്പൊ തന്നെ വിളിക്കാം. അതും ശരിയാവില്ല. എന്താ ശരിയാവത്ത്? മോഹനേട്ടൻ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായി പോയതുകൊണ്ട് നമ്മുടെ കുടുംബകാര്യങ്ങൾ ഒഴിവാക്കാൻ പറ്റുമോ മോഹനേട്ടാ? ഈ പറയുന്ന തവസാരും എല്ലാ വീട്ടുകാരും കൃത്യമായിട്ട് നോക്കാറില്ലേ? തവസാരടുത്ത് ഞാൻ സംസാരിച്ചോളാം. എന്റെ മേലുദ്യോഗസ്ഥനോട് നീ സംസാരിക്കേണ്ട കാര്യം എന്താ? ഇവന് മോഹനേട്ടൻ പറ. എന്തായാലും ഞാൻ എനിക്ക് പരിചയമുള്ള സകല ആളുകളെടുത്ത് ഈ ടൂറിന് കാര്യം പറഞ്ഞു. ഇനി എന്തായാലും മാറ്റി പറയാൻ പറ്റില്ല. വയനാട്ടിൽ പോണെന്ന് മോഹനേട്ടൻ പറഞ്ഞപ്പോ ഞാൻ സമ്മതിച്ചല്ലേ. അപ്പൊ എന്റെ ഈ ആഗ്രഹം മോഹനേട്ടൻ സമ്മതിച്ചേ പറ്റുള്ളൂ. വെറുതെ വാശി പിടിക്കണ്ട. ശനിയാഴ്ചത്തെ യോഗത്തിന് ചെല്ലാമെന്ന് ഞാൻ തഹസിൽദാർക്ക് വാക്ക് കൊടുത്തു പോയി. എപ്പോ? ഇപ്പൊ എപ്പോഴാ തഹസിൽദാരോട് പറഞ്ഞേ? തഹസിൽദാരാണല്ലോ ഫോൺ വിളിച്ചത്. എന്നിട്ട് തഹസിൽദാർ എന്തൊക്കെ പറഞ്ഞു? തഹസിൽദാർ പറഞ്ഞ കാര്യമല്ല ഞാൻ ഇപ്പൊ പറഞ്ഞത്. രാവിലെ തഹസിൽദാർ എന്നോട് സംസാരിച്ച കാര്യം ഇപ്പൊ പറഞ്ഞില്ല? മോഹനേട്ടൻ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോ തഹസിൽദാർ ഇങ്ങോട്ട് വിളിച്ചിരുന്നു. ശനിയാഴ്ച വയനാട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിച്ച മീറ്റിംഗ് മാറ്റിവെച്ച കാര്യം പറയാൻ. തഹസിൽദാരെ വിളിച്ചപ്പോഴാണല്ലോ വില്ലേജ് ഓഫീസറുടെ കള്ളത്തരം മുഴുവൻ എനിക്ക് മനസ്സിലായത്. വയനാട്ടിലെ സർക്കാർ പരിപാടിയുടെ മറവിൽ എന്നെ ടൂറ് കൊണ്ടുപോയി സന്തോഷിപ്പിക്കാനായിരുന്നു അപ്പൊ പരിപാടി. മോഹനേട്ടന്റെ ഉള്ളിലിരിപ്പ് പിടികിട്ടുന്നതാണല്ലോ കൊടൈക്കനാലിന്റെ കാര്യം ഞാനും അങ്ങ് എടുത്തിട്ടത്. വയനാട്ടിലെ മീറ്റിംഗിന് സർക്കാർ ചെലവിൽ പോകുന്ന മോഹനേട്ടനോട് കൊടൈക്കനാലിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോഹനേട്ടൻ ഇങ്ങനെ നക്ഷത്രം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞൂടെ? മോഹനേട്ടനോട് കൊള്ളാട്ടോ. കാശ് ചെലവാക്കാതെ ഭാര്യ ടൂറിന് കൊണ്ടുപോയി ആളാവാൻ നോക്കിയതായിരുന്നല്ലേ. കാശ് ചെലവാകൊക്കെ ചെയ്യും. എങ്ങനെ? എന്റെ പൈസ തരൂ. ഓ, ആ കാശെങ്കിലും എനിക്ക് വേണ്ടി ചെലവാകാനൊന്നും തോന്നിയല്ലോ. വളരെ സന്തോഷം. സാധാരണ വിശുകാരൻ അതും ചെയ്യാത്തതാണേ. കാശ് ചെലവാകുന്നതിന്റെ വിഷമൊക്കെ ഉണ്ട്. പക്ഷേ 2 ദിവസം ഒറ്റയ്ക്ക് താമസിക്കുന്ന കാര്യം ഓർത്തപ്പോ നീ കൂടെ ഉള്ളതാ നല്ലതെന്ന് തോന്നി. വെറുതെ 2 ദിവസം നമ്മളെന്തിനാ പിരിഞ്ഞിരിക്കുന്നേ? സർക്കാർ ജോലിയുടെ ഭാഗമായുള്ള യാത്ര വിനോദയാത്രയാക്കി മാറ്റി പണം ലാഭിക്കാനും ഭാര്യയെ പറ്റിക്കാനും നോക്കിയ വില്ലേജ് ഓഫീസറുടെ കണക്ക് കൂട്ടൽ പിഴച്ചതാണ് നമ്മൾ കണ്ടത്. സാരമില്ല, ഇത്തരം യാത്രകൾക്കുള്ള അവസരങ്ങൾ ഇനിയും വരും എന്ന് പ്രതീക്ഷിച്ച് ഇന്നത്തേക്ക് പിരിയാം. കാര്യം നിസാരം തുടരുന്നു.